ദേശീയപാത വികസനത്തിനുള്ള മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുന്നു എന്ന ബിജെപി നേതാക്കളുടെ വാദം പൊളിയുന്നു. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 25% ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ദേശീയപാത അതോറിറ്റി നൽകിയ വിവരാവകാശ രേഖ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി നൂൺ റൗണ്ടപ്പുമായി സിജു സുഗതൻ. കേരളത്തെ 5 സെക്ഷനുകളായി തിരിച്ചാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത സംസ്ഥാന സർക്കാർ പൊന്നുവിലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകിയതിനാൽ മാത്രമാണ് ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നത്. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ ആകെ ചെലവിന്റെ 25% തുക സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കൊച്ചി 1ാം റീജിയണിൽ മാത്രം സ്ഥലമേറ്റെടുക്കലിന് 2175.81 കോടി രൂപ LDF സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി നൽകിയ രേഖ തന്നെ ഇക്കാര്യം ശരിവെക്കുന്നതായി വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. സംസ്ഥാന സർക്കാർ പറഞ്ഞ ആ വാദം ശരിവെക്കുന്ന ഒരു രേഖ തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി തന്നെ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ദേശീയപാത കഴിഞ്ഞ 10 വർഷത്തിന് വികസനം നടന്നതിനുള്ള ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 25% തുകയും സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. ഏകദേശം 8628 കോടിയുടെ വർക്കുകൾ നമ്മുടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ കൊച്ചിൻ റീജിയന്റെ അതിർത്തിയിൽ മാത്രം നടത്തിയതായിട്ട് ഈ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നു. രാമനാട്ടുകര മുതൽ ഇടപ്പള്ളി വരെ 5 റീച്ചുകൾ ഉൾപ്പെട്ടതാണ് ദേശീയപാത 66 കൊച്ചി റീജിയൺ 1. ഇടപ്പള്ളി മുതൽ കൊല്ലം ബൈപ്പാസ് വരെ കൊച്ചി റീജിയൺ 2 കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവയാണ് മറ്റ് 3 റീജിയനുകൾ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കലിനായി ഏറ്റവും അധികം തുക ചെലവഴിച്ചത് കേരളം തന്നെയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.